നമസ്കാരം, DSS ട്രെയിനിങ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന MongoDB എന്ന DBMSനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ പാർട്ട് ബൈ പാർട്ട് ആയിരിക്കും നമ്മൾ MongoDBനെ കുറിച്ച് പഠിക്കുന്നത്. സോ നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ എന്തൊക്കെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ MongoDB ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കും. അതേപോലെ MongoDB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം നോക്കും. MongoDB കളക്ഷൻസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നോക്കും. എങ്ങനെ ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് നമ്മൾ എങ്ങനെ ചെയ്യുന്ന നോക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ DSS ട്രെയിനിങ് സൊല്യൂഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ അപ്പോഴായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ DSS ട്രെയിനിങ് സൊല്യൂഷൻ്റെ ആദ്യത്തെ മലയാള പ്ലേലിസ്റ്റാണിത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റും തമിഴിലായിരിക്കും ഉള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മലയാളത്തിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് MongoDB അല്ല വേറെ ഏതെങ്കിലും ടോപ്പിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. സോ എന്താ ടോപ്പിക്? MongoDBയുടെ ഇൻട്രൊഡക്ഷൻ. നമ്മൾ നോർമലായിട്ട് MongoDB എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡേറ്റ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഇതിലായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ DBMS എന്തൊക്കെ ടൈപ്പ് ഓഫ് DBMS നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. നമുക്ക് അറിയാവുന്ന DBMSലേക്ക് വന്ന് ഒറാക്കിൾ അറിയാം, MS SQL അറിയാം, MySQL അറിയാം. സോ ഇതെല്ലാം വന്ന് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസാണ്. ഇതെല്ലാം മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ MongoDB എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക DBMS ഉണ്ട്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അറിയണം എന്നൊരു ചോദ്യം, അല്ലേ? സോ ഈ MongoDB എന്ന് പറയുന്നത് നോർമൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പോലെ ഉള്ള അല്ല. ഇത് എൻ്റയർലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം MongoDBനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം, MongoDB ഒരു ഓപ്പൺ സോഴ്സ് DBMS ആണ്. ഇതിന് പ്രത്യേക ലൈസൻസ് ഇല്ല. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ DBMS നമുക്ക് ഡൗൺലോഡ് നമുക്ക് വേണ്ട രീതിയിൽ അതിൽ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താവുന്നതാണ്. ഈ ഓപ്പൺ സോഴ്സ് DBMS എന്ന് പറയുന്നത് നോർമൽ റിലേഷണൽ ഡേറ്റ മോഡൽ അല്ല ഫോളോ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നത് ഡോക്യുമെന്റ് ഓറിയന്റഡ് ഡേറ്റ മോഡൽ. സോ റിലേഷണൽ ഡേറ്റ മോഡൽ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് വന്ന് ആ ഡേറ്റ ഞാൻ ക്വറി ചെയ്യാനായിട്ട് എനിക്ക് സ്ട്രക്ചർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വറിയിങ് ലാംഗ്വേജ് അഥവാ SQL എനിക്ക് ആവശ്യമാണ്. പക്ഷെ ഞാൻ ആ റിലേഷണൽ ഡേറ്റ മോഡൽ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് SQL ആവശ്യമില്ല. ഈ ഡോക്യുമെന്റ് ഓറിയന്റഡ് ഡേറ്റ മോഡൽ അഥവാ DODM എന്ന ഈ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് NoSQL അല്ലെങ്കിൽ അഥവാ NoSQL എന്ന ലാംഗ്വേജസ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അത് നമുക്ക് വരുന്ന ചാപ്റ്ററുകൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റിലേഷണൽ ഡേറ്റ മോഡൽ അല്ല ഞാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ് മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡോക്യുമെന്റ് മോഡൽ എന്ന് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എല്ലാം JSON ഫോർമാറ്റിലായിരിക്കും എനിക്ക് എൻ്റെ DBMSൽ പോയി സ്റ്റോർ ആയിരിക്കുന്നത്. JSON ഡോക്യുമെന്റ് സെറ്റ് ആയിരിക്കും എനിക്ക് ഡേറ്റ സ്റ്റോർ ആയിരിക്കുന്നത്. ഇത് സ്ട്രക്ചർഡ് ഡേറ്റ മോഡൽ ആയിരിക്കത്തില്ല. ഇത് വന്ന് സെമി സ്ട്രക്ചർഡ് ഡേറ്റ മോഡലിലായിരിക്കും ഈ ഡേറ്റാസ് എല്ലാം പോയി സ്റ്റോർ ആകുന്നത്. സോ സെമി സ്ട്രക്ചർഡ് ഡേറ്റ മോഡലിലുള്ള കാരണം എനിക്ക് ഇതിന് പ്രത്യേകിച്ച് സ്കീമ ആവശ്യമില്ല. നമ്മൾ നോർമൽ റിലേഷണൽ ഡേറ്റ മോഡൽ സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ ലൈക്ക് ഒരു ഒറാക്കിളോ ഒരു MS SQLോ ഒരു MySQLോ ഇങ്ങനത്തെ ഡേറ്റാബേസ് സിസ്റ്റത്തിൽ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോപ്പർ ടേബിൾ അല്ലെ അഥവാ റോ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? പക്ഷെ ഞാൻ MongoDBയിൽ വരുമ്പോൾ MongoDBയിൽ ഡോക്യുമെന്റ് ഓറിയന്റഡ് ഡേറ്റ മോഡലാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം എനിക്കിവിടെ ആ ടേബിൾ ഫോർമാറ്റ് എനിക്കിവിടെ ആവശ്യമില്ല. അഥവാ എനിക്കിവിടെ സ്കീമ ആവശ്യമില്ല. എൻ്റെ ഡേറ്റാസ് എല്ലാം കൂടെ ഞാൻ JSON ഫോർമാറ്റിൽ ഇങ്ങനെ JSON ഫോർമാറ്റിലായിരിക്കും ഞാൻ ഡേറ്റാസ് എല്ലാത്തെയും ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഈ JSON ഫോർമാറ്റിൽ ഞാൻ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡേറ്റ ആയിരിക്കും ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് അറിയാം നോർമൽ റിലേഷണൽ ഡേറ്റ മോഡലിൽ പോകണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ഡേറ്റ യൂണിക്നെസ് കാണും, അല്ലേ? പക്ഷെ എനിക്ക് ഇവിടെ റിലേഷൻ ഡേറ്റ മോഡൽ അല്ല ഉപയോഗിക്കുന്നത്, ഡോക്യുമെന്റ് മോഡൽ ഉപയോഗിക്കുന്നത് ഞാൻ പറയും. അപ്പം ഇവിടെ എനിക്ക് എന്തായിരിക്കും യൂണിക്നെസ് അല്ലെങ്കിൽ ഓട്ടോ ജനറേഷൻ എങ്ങനെ നടക്കുന്നത്? എനിക്ക് ഡേറ്റ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ _ID എന്നൊരു ഫീൽഡ് ഒരു കളക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവും. ആ ഫീൽഡിലോട്ട് ഞാൻ ഡേറ്റ യൂണിക് ഡേറ്റ ഞാൻ ഫീഡ് ചെയ്യാം. അഥവാ MongoDB എഞ്ചിൻ തന്നെ ആ ഫീൽഡിലോട്ട് ഓട്ടോ ജനറേറ്റ് ചെയ്തോളും. അതേപോലെ ഡേറ്റാസ് എല്ലാം ഡോക്യുമെന്റ് ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതും JSON ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ഡേറ്റ ഫീഡ് ചെയ്യണമെങ്കിലും ഡേറ്റനെ അവിടെ നിന്ന് ഫെച്ച് ചെയ്യണമെങ്കിലും എനിക്ക് അറിയേണ്ടത് എന്തായിരിക്കും? JSON ക്വറിയിങ് ലാംഗ്വേജ് ആയിരിക്കും എനിക്ക് അറിയേണ്ടത്. ഈ JSON ക്വറിയിങ് ലാംഗ്വേജ് അല്ലെങ്കിൽ JSON പാർസ് ചെയ്യുന്ന ഈസി ആണോ? സത്യത്തിൽ പറയുകയാണെങ്കിൽ മറ്റേ കോൺസെപ്റ്റിനെക്കാളും ഇത് കുറച്ചും കൂടി ഈസിയാണ്. എന്തുകൊണ്ടാണ് ഇത് ഈസി എന്ന് പറയുകയാണെങ്കിൽ ഈ ഡേറ്റ ഞാൻ JSON ഡോക്യുമെന്റ് സ്റ്റോർ ചെയ്താലും
ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന കൺവെൻഷൻ മെത്തേഡ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നെയിം ഓർ പെയർ അല്ലെങ്കിൽ അറേ കോൺസെപ്റ്റിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഈ നെയിം ഓർ പെയർ അല്ലെങ്കിൽ അറേ കോൺസെപ്റ്റ് ആണ് സി, C++, C# അല്ലെങ്കിൽ C#, ജാവ, ജാവാസ്ക്രിപ്റ്റ്, പേൾ, പൈത്തോൺ എന്നീ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ സെയിം മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് കാരണം എനിക്കിവിടെ ഡേറ്റ ഫീഡ് ചെയ്യുന്നതിനും ഡേറ്റ കുറയുന്നതിനും വളരെ ഈസിയാണ്. പ്ലസ് ഈ മോഡൽ സിസ്റ്റം എനിക്ക് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും കൂടെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമാണ്. ഇനി ഈ MongoDB എന്ന് പറയുന്നത് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാക് OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ സോളാറിസ്, ലിനക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഈ MongoDB സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ റിലേഷണൽ ഡേറ്റ മോഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് കാരണം ഇവിടെ ഡേറ്റാസ് എല്ലാം കൂടെ ഞാൻ ഡോക്യുമെന്റിലായിട്ടായിരിക്കും ജേസൺ ഡോക്യുമെന്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ജേസൺ ഡോക്യുമെന്റിനകത്ത് കളക്ഷൻ എന്ന രീതിയിലായിരിക്കും ഈ ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. ഈ കളക്ഷൻ എന്ന് പറയുന്നത് സിമിലർ ടു നമ്മുടെ ടേബിളാണ്. നമ്മൾ നോർമൽ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യും? ടേബിൾ സ്റ്റോർ ചെയ്യും. ഇവിടെ MongoDBയിൽ അതിന് പകരമായിട്ട് കളക്ഷൻ എന്ന രൂപത്തിലായിരിക്കും നമ്മൾ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഈ ഡേറ്റ കളക്ഷൻ എന്ന രൂപത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തന്നില്ലേ. അപ്പം ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡേറ്റ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നമുക്കറിയാം ഒറാക്കിൾ ഞാൻ ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ DBF ഡേറ്റാബേസ് ഫയലിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതേ ഞാൻ വന്ന MSQL സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ MDF മെറ്റാഡേറ്റ ഫയൽ എന്ന രീതിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഡേറ്റാസ് എല്ലാം കൂടെ ബൈനറി ഫോർമാറ്റിൽ എൻകോഡ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈ ബൈനറി എൻകോഡറിനെ എന്ത് പറയുന്നത് വെച്ചാൽ json എന്ന് പറയും. സോ JSON ഡോക്യുമെന്റ്സിനെ ബൈനറി കോഡഡിൽ എൻകോഡ് ചെയ്ത് BSON ഫോർമാറ്റിലായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ BSON ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന കാരണം എനിക്കുള്ള എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഡേറ്റ ടൈപ്സ് എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കോമ്പാറ്റിബിലിറ്റി ലെവൽ വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ എത്ര സമയം പറഞ്ഞാൽ ഡേറ്റ വന്ന് ഡോക്യുമെന്റ് ഫോർമാറ്റിൽ JSONലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ഇത് വന്നൊരു എക്സാമ്പിൾ. ഇപ്പം എൻ്റെ കളക്ഷൻ്റെ നെയിം എന്താ? D പർപ്പിൾ എന്നായിരിക്കും. അതിൻ്റെ അകത്ത് എനിക്ക് ആൽബംസിൽ എനിക്ക് മൾട്ടിപ്പിൾ ഡേറ്റ എനിക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ MongoDB ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതായിരിക്കും ഡേറ്റ MongoDBയുടെ ഡേറ്റ ഫെച്ചിങ് റിസൾട്ട്. MongoDB ഇൻട്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ വീഡിയോ തിരിച്ചു കാണുക. അല്ലെങ്കിൽ ഏത് സെക്ഷനാണ് മനസ്സിലായത് അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് പാർട്ടാണ് മനസ്സിലായത് താഴെ കമന്റിൽ അറിയിക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ കൊടുക്കുക. നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യത്തെ മലയാള വീഡിയോ എന്തെങ്കിലും തെറ്റുകുറവുകളുണ്ടെങ്കിൽ അതും താഴെ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. നമുക്കത് അപ്കമിങ് വീഡിയോസിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോയിൽ തരുന്ന അല്ലെങ്കിൽ ഇത് പോലത്തുള്ള അപ്കമിങ് വീഡിയോസ് നിങ്ങൾ തരുന്ന ആദരവ് അനുസരിച്ചായിരിക്കും നമുക്ക് ഈ മലയാള ലാംഗ്വേജിലോട്ട് ഈ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള പ്ലേലിസ്റ്റുകൾ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്ന. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അഥവാ അടുത്ത സെഷനിൽ നമുക്ക് MongoDB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് തിരിച്ചു കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ട്രെയിനിങ് സൊല്യൂഷൻ.